വാലിബൻ മലൈക്കോട്ടെ വാലിബൻ. ആ സിനിമ കളിക്കുന്ന ആദ്യത്തെ ഷോ ഞാൻ തിയേറ്ററിനകത്തില്ലാതെ പുറത്തുനിന്ന് കാണാൻ വിചാരിക്കും. അത് വളരെ നല്ലൊരു തീരുമാനമാണ്. കാരണം തിയേറ്ററിന്റെ അകത്ത് കയറിയ ഒരു ശരാശരി ഫാൻ എന്നുള്ള രീതിക്ക് ഞാൻ കയറി വിസിലടിക്കാൻ നോക്കിയ സമയത്ത് എനിക്കുണ്ടായ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. സോ എന്താണ് മലൈക്കോട്ടെ വാലിബൻ എന്നുള്ളൊരു കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയണ്ടേ. കാരണം നിങ്ങൾ ഒരുപാട് വീഡിയോകളിൽ നെഗറ്റീവുകൾ കണ്ട് ഈ സിനിമയിൽ ഒരു പോസിറ്റീവ് ഇല്ല എന്ന് പറയുന്ന തരത്തിലൊന്നും ഞാൻ പറയില്ല. കാരണം ഈ സിനിമയിൽ ഒരുപാട് പോസിറ്റീവുകളുണ്ട്. പോസിറ്റീവിനെ പോസിറ്റീവായിട്ട് തന്നെ പറയണം, നെഗറ്റീവിനെ നെഗറ്റീവായിട്ട് തന്നെ പറയണം. അതല്ല എൻ്റെ ഒരു ശരി. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ സിനിമ പ്രൊമോഷൻ കൊണ്ടാണ് രക്ഷപ്പെടാണ്ടിരുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പറയുന്ന മറുപടി എന്ന് പറയുന്നത്, ഇന്നലെ രാത്രി വരെ ഈ സിനിമയുടെ ഭാഗത്തുനിന്നും ഒഫീഷ്യലി വന്നേക്കുന്ന അനൗൺസ്മെന്റുകളും വീഡിയോസുകളും അപ്ഡേറ്റുകളും പോസ്റ്റേഴ്സുകളും വീഡിയോസുകളും ഇത് തന്നെ ധാരാളമാണ്. സാധാരണ ലെവലിൽ ഒരു ആവറേജ് ആയിട്ട് ഈ പടം കാണാമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് പോലും ഒരു ഗൂസ് ബംസ് വരുന്ന തരത്തിലായിരുന്നു ഇന്നലെ വന്നിരുന്ന ഈ സിനിമയുടെ വീഡിയോ എന്ന് പറയുന്നത്. റിലീസ് ട്രെയിലർ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വൈകിട്ട് വന്നിരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ലിറ്ററലി വേറെ ലെവലായിട്ടായിരുന്നു. തടി ഈ നാട്ടിലില്ലെന്ന് കേട്ടു. പോര് കഴിഞ്ഞ് പോകുമ്പോ അമ്മയ്ക്ക് കുത്തിപ്പിടിക്കാൻ മകന്റെ നട്ടലൂരി തരാം. ഈ BGM മലൈക്കോട്ടെ വാലിബന്റെ ഹൈലൈറ്റ് ആയിരുന്നു. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും നല്ലൊരു പോസിറ്റീവ് വശം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ BGM തന്നെയാണ്. കാരണം മറ്റെല്ലാ കാര്യങ്ങളും നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് കേട്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവാല്ലേ. മലൈക്കോട്ടെ വാലിബൻ മോശമാണ്, മലൈക്കോട്ടെ വാലിബൻ പോയി, എന്തായി, എങ്ങനെയായി, ലാലേട്ടൻ പോരാ, അത് പോരാ, ഇത് പോരാ, LJP ബ്രില്യൻസ് ആകെ കൊളായി എന്നൊക്കെ കേട്ടിട്ടായിരിക്കും നിങ്ങൾ വന്നിട്ടുണ്ടാവും. ലാലേട്ടന്റെ ഇൻട്രോയിൽ വരുന്ന ലാലേട്ടൻ ഓരോ പ്രാവശ്യം ഓരോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന സമയത്തും ഒരു യുദ്ധത്തിന് ഇറങ്ങാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു BGM അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ച് സിനിമ എങ്ങനെയാണെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റബ്ബർ ബാൻഡ് എടുത്ത് നമ്മളിങ്ങനെ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവുക? ഇത്രയുള്ള റബ്ബർ ബാൻഡിനെ നമ്മളിങ്ങനെ വലിച്ച് നീട്ടണം, പിന്നെയും വലിച്ച് നീട്ടണം. അങ്ങനെ വലിച്ച് അവസാനം എന്ത് പറ്റും? റബ്ബർ ബാൻഡ് പൊട്ടും. ഇതുപോലെ തന്നെയാണ് ലാലേട്ടൻ്റെ മലൈക്കോട്ടെ വാലിബൻ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നണേ. ഇന്ന് രാവിലെ ഈ സിനിമ കാണാൻ പോകുന്ന സമയത്ത് ഫാൻ ഷോ കണ്ടു കഴിഞ്ഞിട്ട്, വെരി ഫസ്റ്റ് ഷോ കണ്ടു കഴിഞ്ഞിട്ട്, മോർണിംഗ് ഷോ കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ കണ്ടതെല്ലാം നിജം, കാണാത്തത് പോയി, നീ കണ്ടതെല്ലാം പോയി, ഈ പടം എല്ലാം പോയി എന്നാണ് അവനോട് പറഞ്ഞത്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് തുടക്ക ഭാഗത്ത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് വന്നേക്കുന്നതിൻ്റെ തുടക്ക ഭാഗത്ത് തന്നെയാണ് മലൈക്കോട്ടെ വാലിബനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വരെയുള്ള സീൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാമറ വെച്ച് ഇങ്ങനെ സൈലന്റ് ആയിട്ട് വെച്ച് പോയിക്കുന്ന പോലത്തെ രീതിക്കാണ് ഇതിൻ്റെ ക്യാമറ സെറ്റിംഗ് മറ്റൊക്കെ ചെയ്ത് വെച്ചേർന്നത്. തുടക്ക ഭാഗത്ത് കഴുതപ്പുറത്തോ അതോ മറ്റെതിരെ പുറത്ത് ഇങ്ങനെ കാളപ്പുറത്താണെനിക്ക് തോന്നുന്നു ഒരാളിങ്ങനെ ഇതിനെ കൊണ്ടുവരുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അത് തന്നെ ഇങ്ങനെ വലിച്ചു നീട്ടിയാണ് അവസാനം മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലോട്ട് ഇവർ കൊണ്ടെത്തിക്കുന്നത്. അവിടുന്ന് ഈ ഒരു കഥ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലൈക്കോട്ടെ വാലിബൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ടിനു പാപ്പച്ച പറഞ്ഞതൊരു കാര്യം ഉണ്ടായിരുന്നു. ലാലേട്ടൻ്റെ ആ ഒരു എൻട്രി സീനകത്ത് ഞാൻ തിയേറ്ററിൻ്റെ പുറത്തേക്ക് ഓടും എന്നൊക്കെ ആയിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇയാൾ തിയേറ്ററിൻ്റെ പുറത്തേക്ക് ഓടിയോ അതോ എവിടെയാണെന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല, അതോ ഈ സീൻ തന്നെയാണ് ഉദ്ദേശിച്ചെന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ലാലേട്ടൻ ഇൻട്രോയ്ക്കകത്ത് അത്രയും വലിയൊരു പഞ്ചൊന്നും എനിക്ക് തോന്നിയില്ല. ബട്ട് നൈസായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ലാലേട്ടൻ്റെ ഫൈറ്റ് മറ്റൊക്കെ തുടങ്ങുന്ന ഒരു സിനിമയായിട്ട് ശരിക്കും മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ അങ്ങനെ തുടങ്ങാണ്. ചാപ്റ്റർ വൈസ് ആണ് ഈ സിനിമ ചെയ്യുന്നത്. അതായത് ഓരോ ചാപ്റ്ററിനകത്ത് നമ്മൾ മുമ്പ് ഡീകോഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു യാത്രയിൽ നടക്കുന്ന ഒരു കഥയാണ്. ഇദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പല സ്ഥലങ്ങൾ വെച്ച് നടക്കുന്ന കഥയാണ് സിനിമയ്ക്കകത്ത് ആക്ച്വലി പറഞ്ഞു പോകുന്നത്. അങ്ങനെ ചാപ്റ്റർ വൈസ് ആയിട്ട് ഓരോ ചാപ്റ്ററിൻ്റെ ഇങ്ങനെ വലിപ്പം കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ പോകുന്ന സമയത്താണ് മറ്റേ നർത്തകിനെ കാണുന്നതും നമ്മൾ ആ മറ്റേ അകത്താര എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ചോദിക്കുന്ന രംഗമൊക്കെ വരുന്നത്. അതിനകത്ത് തന്നെ കുറേ ക്ലീഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിയേറ്ററിനകത്ത് കുറേ പേര് കൂവുന്നുണ്ടായിരുന്നു, കുറേ പേര് ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒരു ഡ്രാമയായിട്ട് ഞാനങ്ങ് എടുത്തു. കാരണം ഒരു സിനിമയ്ക്കകത്ത് കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. പ്രത്യേകിച്ച് ഒരു പഴയകാല സിനിമേനെ ഒരു പഴയകാല കഥയായിട്ട് ഈ സിനിമ പറയുന്ന സമയത്ത് കുറച്ച് നാടകീയതയ്ക്ക് ഉള്ളിൽ വലിയ തെറ്റൊന്നും എനിക്ക് തോന്നില്ല. അങ്ങനെ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ പോകുന്നു. പിന്നീട് അടുത്ത ചാപ്റ്ററിനകത്ത് ബ്രിട്ടീഷുകാരുടെ രംഗം വരുന്നു. ബ്രിട്ടീഷുകാർ ആ ഒരു സീനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേക്കുന്ന കുറേ സീനുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ആ ട്രെയിലറിനകത്ത് കണ്ടേക്കുന്ന ആ ഒരു ഫൈറ്റ് സീക്വൻസ് കാര്യങ്ങളൊക്കെ, കളർ ഗ്രേഡിംഗ് ആണെങ്കിലും ആ ഒരു സെറ്റ് ഇട്ടേക്കുന്നതാണെങ്കിലും അവിടെ ഉണ്ടാകുന്ന ഫൈറ്റ് സീക്വൻസ് ഒക്കെ നല്ല രസകരമായിട്ട് എനിക്ക് തോന്നി. ഒരു ഗ്രില്ലൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന രംഗമൊക്കെ ഉണ്ട്. അതായത് മോഹൻലാലും ടീമും കൂടിയിട്ട് ഒരു ഗ്രില്ല് ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോയിട്ട് ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരു രംഗമൊക്കെ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അതിനകത്ത് എനിക്ക് ഏറ്റവും ക്ലീഷയായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന ചില നാടകീയതയാണ്. അതായത് ഇതിനകത്ത് വരുന്ന മഹാരാജാവും രാജ്ഞിയൊക്കെ കൂടിയിട്ട് ചെയ്യുന്ന ചില ഫൈറ്റുകളും കാര്യങ്ങളൊക്കെ കുറച്ച് ചൈനീസ് മാർഷൽ ആർട്സിലേക്ക് ഒരു സംഭവമൊക്കെയാണ് ഇതിനകത്ത് ചെയ്യാനായിട്ട് നോക്കിയത്. പക്ഷേ കുറേയൊക്കെ ഭയങ്കര ക്രിഞ്ചായിട്ട് പോയ പോലെയാണ് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തത്. അങ്ങനെ കഥ മുന്നോട്ടേക്ക് പോയിരിക്കുന്ന സമയത്താണ് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിനകത്ത് ഒരുപാട് മിസ്റ്റേക്ക് മീൻസ് ക്ലാസ് പടം എന്നുള്ള രീതിക്ക് ഓക്കെ സമ്മതിച്ചു, കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ നമുക്ക് ഓക്കെയാണ്.
പക്ഷേ ഞാൻ പറയുന്ന ഒരു സീൻ കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ സിനിമയുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ സിനിമയുടെ അവസാന ഭാഗത്ത് ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട കഥാപാത്രം മരിച്ചു പോകുന്ന സമയത്ത്, അദ്ദേഹം കൊല്ലപ്പെടുന്ന സമയത്ത്, കൊല്ലപ്പെടാണ് ചെയ്യുന്നത്, കൊല്ലപ്പെടുന്ന സമയത്ത് അവിടെ ഒരു ഷോട്ട് ഇങ്ങനെ LJPയുടെ ബ്രില്യൻസ് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അവിടെ ഒരു ഷോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരുടെ മുഖത്തെ എക്സ്പ്രഷനും ലാലേട്ടൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷനും മറ്റും കാണിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. കൂടി പോയി കഴിഞ്ഞ് ഞാൻ 30 സെക്കൻഡ് കാണിക്കാൻ പറ്റുന്ന ഒരു ഷോട്ട്, അതെന്നെ ധാരാളമാണ്. പക്ഷേ ആ ഒരു ഷോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കണക്ക് കൂട്ടായിരുന്നു. 3 മിനിറ്റോളാണ് ആ ഒരു ഷോട്ട് കാണിച്ചിരിക്കുന്നത്. സ്ലോ മോഷൻ ഇങ്ങനെ കാണിച്ച് 1.25 മണിക്കൂറിൻ്റെ പടം 2.5 മണിക്കൂറായിട്ട് അവരങ്ങോട്ട് വലുതാക്കി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്. ക്ലൈമാക്സിനകത്തുള്ള ആ ഒരു ഒറ്റ ചെറിയ സീൻ മാത്രം 3 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിനകത്ത് വരുന്ന ഡയലോഗ്സ് ആണ്. ഡയലോഗ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഓൾറെഡി ഒരുപാട് നാടകീയതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സിനിമയ്ക്ക് നാടകീയത സംബന്ധിച്ചു ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് കുറച്ച് നാടകീയതയൊക്കെ ആവാം. പക്ഷേ മരക്കാറിനകത്ത് മറ്റേ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ലെവലിലോട്ട് ആയിട്ടില്ലെങ്കിലും ഒരുപാട് നാടകീയതയുള്ള ഡയലോഗ് പോലെയാണ് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തത്. ഇതിനകത്ത് വരുന്ന വില്ലന്മാരാണെങ്കിലും ഒരുത്തിന് തലയ്ക്കെന്തോ കിറുക്കുള്ള പോലത്തെ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെ ആൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ കുറേയൊന്നും നമുക്ക് കൺവേ ആവില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. ആൻഡ് ബീജത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ നല്ല ബീജത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ലാലേട്ടൻ്റെ ട്രാൻസ്ഫോർമേഷൻ സമയത്തുള്ള ആ ബീജൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഒരു മാർഷൽ ആർട്ടിസ്റ്റിന് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബീജയാണ് ശരിക്കും അതിനകത്ത് കൊടുത്തേക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അത് നല്ല രസമായിട്ട് എനിക്ക് തോന്നി. ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ ഒരു നാടകം പോലെയാണ് സിനിമ ആക്ച്വലി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെട്ടേക്കാം. പക്ഷേ സിനിമ നാടകം മാത്രമായിട്ടല്ല, സിനിമ എന്ന് പറയുന്നത് വേറൊരു ആർട്ട് ഫോമാണ്. അത് ചെയ്യേണ്ട രീതിക്ക്, അത് കൺവിൻസ് ചെയ്യുന്ന രീതിക്ക് ഇത് കൺവിൻസിങ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബോറായിട്ട് പോകും. ഇത് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും വന്നാൽ നീ പോയി ഒരു പടം എടുക്കുന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. കാരണം സിനിമ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ലാഗ് എന്നുള്ളത് ഓക്കെയാണ്. ഞാൻ ലാഗിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ ലാഗുള്ള സിനിമകൾ കാണാറുള്ള ആളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് LJPയുടെ എല്ലാ പടങ്ങളും അങ്ങനെയാണ്. അതായത് ഒരു പരിധിയുടെ അപ്പുറത്തോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ഭാഗങ്ങൾ ഭയങ്കര സ്പൈക്കിംഗ് ആണെന്നുണ്ടെങ്കിലും ബാക്കി എല്ലാ ഭാഗങ്ങളും വളരെ വളരെ ഒരു പാരലായിട്ട് ഇങ്ങനെ ഒറ്റ ലൈനിലാണ് അദ്ദേഹത്തിൻ്റെ പടങ്ങൾ പോകാറുള്ളത്. ഒരു വെറുതെ ക്യാമറ ഇങ്ങനെ ബാക്കിൽ വെച്ച് പോകുന്ന രീതിക്കാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ പോകാറുള്ളത്. പക്ഷേ എന്നാലും അതിനൊരു എൻഗേജ്മെന്റ് ഉണ്ടാവും. ഇപ്പോൾ ചുരുളി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറേ ഭാഗങ്ങൾ നല്ല എൻഗേജിങ് ആയിട്ടുള്ള ഭാഗങ്ങളും മറ്റൊക്കെ വരുന്നുണ്ട്. അതുപോലെ അങ്കമാലി ഡയറീസ് ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം ക്യാമറ പിന്നാലെ കൊണ്ട് ഓടാണ്. അത്രയും രസമായിട്ട് ചെയ്തു വെച്ചേക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഫ്രം LJP എന്നുള്ളൊരു കാര്യം എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന സിനിമയാണ് അങ്കമാലി ഡയറീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്തുള്ള സെറ്റുകളും മറ്റൊക്കെ വളരെ വലുതാണെന്നുണ്ടെങ്കിൽ വലിയ ക്യാൻവാസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണെങ്കിലും ലാലേട്ടൻ പറഞ്ഞേക്കുന്ന പോലെ ഇതിനകത്ത് ഒരു പ്രത്യേക ജോണറോ കാര്യങ്ങളൊന്നും എടുത്ത് പറയാൻ പറ്റാത്തൊരു സിനിമയാണെന്നുണ്ടെങ്കിൽ പോലും ഈ സിനിമ കാണുന്ന സമയത്ത് ഓവറോൾ എൻഗേജിങ് ആണോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ട് ഡിപ്പായി പോയിക്കുന്ന പോലെയാണ് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തത്. കാരണം ഇങ്ങനെ പോകേണ്ട സ്ഥാനങ്ങളിൽ ഇങ്ങനെ പോയിക്കുന്ന പോലെയാണ് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ സിനിമയിൽ കൈയടിക്കാനോ വിസിലടിക്കാനോ മാത്രമുള്ള ഒരു പീക്ക് എലമെന്റ് ഇല്ല. ഈ സിനിമ കാണാൻ നമ്മൾ കയറി സോ കോൾഡ് ടിപ്പിക്കൽ ലാലേട്ട ഫാൻ ആണെങ്കിലും അതല്ലെങ്കിൽ ഒരു മലയക്കോട്ടെ വാലിബ ഫാൻ ആണെന്നുണ്ടെങ്കിലും ഈ സിനിമയ്ക്കകത്ത് ഒന്നുമില്ല എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് ഈ സിനിമയുടെ പല രംഗങ്ങളും കാണാൻ വരുന്നത്. പല സ്ഥലങ്ങളിലും സിനിമ ഡിപ്പായി പോകുന്ന പോലെയാണ് നമുക്ക് ഫീലിംഗ് കിട്ടുന്നത്. ആകമൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നനഞ്ഞ പടക്കമായി പോയി മലയക്കോട്ടെ വാലിബ് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. ലാലേട്ടൻ്റെ ക്യാരക്ടറൈസേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴ്ന്നു കമന്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴ്ന്നു കമന്റ് ചെയ്യുക. സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ഉദ്ദേശിക്കുന്നവരുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കൂടി അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. കാരണം ഇനി സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ള കാര്യം നിങ്ങൾ താഴ്ന്നു കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലൂടെ ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വിളിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബിറ്റ് നോൾസ് ബൈ സൈനിങ് ഔട്ട്. ബൈ.